നമസ്കാരം, മഹാത്മാ ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യസഭയിലേക്ക് ഹാരിസ് ബീരാൻ. മുസ്ലിം ലീഗിൽ പുതിയ അടിക്ക് വഴിയൊരുങ്ങി. തങ്ങളുടെ നോമിനിക്കെതിരെ മുതിർന്ന നേതാക്കൾ. കേരളത്തിൽ ഒഴിവുവരുന്ന 3 രാജ്യസഭാ സീറ്റുകളിൽ ഒരെണ്ണം പ്രതിപക്ഷത്തിനാണ് ലഭിക്കുക. ഈ സീറ്റ് പ്രതിപക്ഷമായ UDFിലെ ഘടകകക്ഷി മുസ്ലിം ലീഗിന് കൊടുക്കുന്ന കാര്യത്തിൽ നേരത്തെ തീരുമാനമെടുത്തതാണ്. നടക്കാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി സുപ്രീം കോടതിയിലെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനെ നിയോഗിക്കുന്നതിന് തീരുമാനമെടുത്തതായിട്ടാണ് അറിയുന്നത്. ബീരാന്റെ പേര് നിർദ്ദേശിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് തങ്ങളാണ്. എന്നാൽ ബീരാൻ ഈ പദവി നൽകുന്നതിൻ്റെ പേരിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ മുതിർന്ന നേതാക്കളും യൂത്ത് ലീഗിൻ്റെ നേതാക്കളും വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നതായാണ് റിപ്പോർട്ട്. മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമിനെ സ്ഥാനാർത്ഥിയാക്കുന്ന കാര്യം നേരത്തെ മുതൽ ആലോചിച്ചു കൊണ്ടിരുന്നതാണ്. എന്നാൽ പാർട്ടി പ്രസിഡന്റ് തങ്ങളുടെ ബന്ധു കൂടിയായ ഹാരിസ് ബീരാന്റെ പേര് മുന്നോട്ട് വെച്ചത് തങ്ങൾ തന്നെയായിരുന്നു. ഈ പേര് പുറത്തു വന്നതോടുകൂടി ലീഗിനകത്ത് വലിയ കലഹം ആരംഭിച്ചിരിക്കുകയാണ്. പാർട്ടി പ്രസിഡന്റ് തങ്ങൾ തന്നെ നേരത്തെ പറഞ്ഞിരുന്നത് ഇനി വരുന്ന രാജ്യസഭാ സീറ്റ് ലീഗിന് ലഭിക്കുകയാണെങ്കിൽ യുവാക്കൾക്ക് മുഖ്യ പരിഗണന നൽകുമെന്നായിരുന്നു. ലീഗ് നേതാക്കൾ 2 പേരുടെ പേരുകൾ ഈ അവസരത്തിൽ വ്യാപകമായി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ സീറ്റ് ലഭിക്കും എന്ന കാര്യത്തിൽ ഉറപ്പ് വന്നതോടുകൂടി പാണക്കാട് തങ്ങൾ ചുവട് മാറ്റി എന്ന പരാതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാജ്യസഭയിലേക്ക് ഹാരിസ് ബീരാന്റെ പേര് നിർദ്ദേശിക്കുന്ന കാര്യത്തിൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായ PK കുഞ്ഞാലിക്കുട്ടിക്കും എതിർപ്പുണ്ട് എന്നാണ് അറിയുന്നത്. ഹാരിസ് ബീരാന്റെ പേര് മുന്നോട്ട് വെച്ച ശേഷം പാണക്കാട് തങ്ങൾ വിദേശയാത്രയ്ക്ക് പോവുകയാണ് ചെയ്തത്. തങ്ങൾ തിരിച്ചെത്തിയതിനു ശേഷം തിരുവനന്തപുരത്ത് പാർട്ടി നേതൃയോഗം ചേർന്ന ശേഷം ഹാരിസ് ബീരാന്റെ പേര് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. ഹാരിസ് ബീരാന്റെ പേര് അംഗീകരിക്കുന്ന സ്ഥിതി വന്നതോടുകൂടി പാർട്ടി ജനറൽ സെക്രട്ടറി PMA സലാം വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സലാമിനൊപ്പം പ്രതിഷേധവുമായി യൂത്ത് ലീഗിന്റെ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും ഒപ്പം ഉള്ളതായിട്ടും ഉള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. സലാം അടക്കം ചില പദവികൾ മോഹിച്ചിരുന്ന നേതാക്കൾക്ക് ഇനി സമീപകാലത്ത് മറ്റൊരു തെരഞ്ഞെടുപ്പും പദവി ലഭിക്കാനുള്ള സാധ്യതയും ഇല്ലാതെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമാണ് വരുന്നത്. ഇതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സലാമും മറ്റു നേതാക്കളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഹാരിസ് ബീരാന്റെ പേര് രാജ്യസഭയിലേക്ക് നിർദ്ദേശിക്കുന്നതിൽ കുഞ്ഞാലിക്കുട്ടിക്ക് മാനസികമായ എതിർപ്പുണ്ടെങ്കിലും തങ്ങൾക്ക് മുന്നിൽ എതിർത്ത് നിൽക്കുവാൻ കുഞ്ഞാലിക്കുട്ടി തയ്യാറാകുന്നില്ല എന്നാണ് അറിയുന്നത്. പാർട്ടി പ്രസിഡന്റിന്റെ ഈ നീക്കത്തിൽ മുതിർന്ന നേതാക്കളായ MK മുനീർ അടക്കമുള്ള ചിലർക്കും എതിർപ്പുണ്ട്. അബ്ദുൾ റഹ്മാൻ രണ്ടത്താണി മാത്രമാണ് പരസ്യമായി പ്രതിഷേധത്തിന് മുതിർന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയായി കേരളത്തിലെ മുസ്ലിം ലീഗിൽ പല വിധത്തിലുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും ഉരുണ്ടുകൂടി കിടക്കുകയാണ്. മുസ്ലിം ലീഗ് പാർട്ടിയുടെ എല്ലാ കാലത്തുമുള്ള ശക്തമായ പിൻബലം സമസ്ത എന്ന സംഘടനയായിരുന്നു. ലീഗിന്റെ നേതാക്കളും സമസ്തയുടെ ഭാരവാഹികളും തുറന്ന പോരിലേക്ക് കടക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. ഈ അവസരത്തിലെല്ലാം പ്രശ്നപരിഹാരത്തിന് മുന്നിട്ടിറങ്ങിയത് പാണക്കാട് തങ്ങളായിരുന്നു. എന്നാൽ ഇപ്പോൾ രാജ്യസഭാ സീറ്റ് വിഷയത്തിൽ ബീരാന്റെ പേര് തങ്ങൾ തന്നെ നിർദ്ദേശിച്ച സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് തങ്ങൾ തന്നെ ഇടപെടുക എന്നത് അംഗീകരിക്കുന്ന കാര്യമേ അല്ല. ബീരാന്റെ പേര് പാർട്ടി നേതൃയോഗം അംഗീകരിക്കുമെങ്കിലും ഈ വിഷയം ഭാവിയിൽ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം തന്നെയായിരിക്കും എന്നതാണ് വാസ്തവം. നന്ദി.